പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് തിരിതെളിയും. 206 രാജ്യങ്ങളിൽ നിന്നായി 10,500ഓളം കായിക താരങ്ങൾ മികവിനായി മാറ്റൊരുക്കുന്ന ദിനങ്ങളാണിനി. സ്റ്റേഡിയങ്ങളുടെ അതിർത്തികളിൽ അരങ്ങേറിയിരുന്ന ഉദ്ഘാടന ചടങ്ങിനെ പാരീസിന്റെ ഹൃദയധമനി എന്ന പോലെ ഒഴുകുന്ന സെൻ നദിയിലേക്ക് ആവഹിക്കുന്ന കാഴ്ചയ്ക്ക് ഇന്ന് ലോകം സാക്ഷിയാകും. കാർഗിൽ യുദ്ധവിജയത്തിന്റെ സ്മരണയിൽ രാജ്യം യുദ്ധവിജയത്തിന്റെ 25ാം വാർഷിക ദിനമായ ഇന്ന് രജത് ജയന്തി ദിവസമായി ആചരിക്കുകയാണ്. വിജയ് ദിവസത്തിൽ ദ്രാസിലെ യുദ്ധസ്മാരകത്തിലെത്തുന്ന പ്രധാനമന്ത്രി ഇന്ന് ശ്രദ്ധാഞ്ജലി ചടങ്ങുകളിൽ പങ്കെടുക്കും. വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയായ 3.5 വയസ്സുകാരന് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. പുതുച്ചേരിയിലെ ലാബിൽ നടത്തിയ PCR പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ആമയഞ്ചൻ തോടിന്റെ റെയിൽവേ സ്റ്റേഷൻ അടിയിലുള്ള തുരങ്കഭാഗം ശുചീകരിക്കാനുള്ള പദ്ധതി തയ്യാറാക്കി. ജലവിഭവ വകുപ്പാണ് 63 ലക്ഷം രൂപയുടെ പദ്ധതി സർക്കാരിന് സമർപ്പിച്ചത്.